ഹേയ് സുഖമാണോ? ജനസംഖ്യ കൂടി വരുന്ന ഈ മാൽദീവ്സില് അവർ സ്വന്തമായിട്ട് ദ്വീപുകളൊക്കെ സൃഷ്ടിച്ച് അതിനുള്ളിൽ താമസിക്കാറുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇന്ന് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? മാലിദ്വീപ് സമുദ്രത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കടലിൻ്റെ തിരമാലകൾ, ശക്തമായ കാറ്റ്, സമുദ്രനിരപ്പ് ഉയരുന്നത് എന്നിവ കാരണം ഓരോ ദ്വീപിനെയും സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി അവരുപയോഗിക്കുന്ന രണ്ട് രീതികളാണ്. ഒന്ന് ലാൻഡ് ഡിക്ലമേഷനും രണ്ടാമത് കോസ്റ്റൽ പ്രൊട്ടക്ഷനും. അപ്പം ആദ്യത്തെ ലാൻഡ് ഡിക്ലമേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കിയാലോ. ഇതാണ് പുതിയ ഭൂമിയെ സൃഷ്ടിക്കുന്ന രീതി. പുതിയ ഭൂമി കടലിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന പ്രക്രിയയാണ് കേട്ടോ ഈ ലാൻഡ് ഡിക്ലമേഷൻ എന്ന് പറയുന്നത്. അതായത് കടലിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള മണൽ പ്രത്യേക യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് പുതിയ ഭൂമിയായിട്ട് മാറ്റുന്നു. മാൽദീവ്സിൽ പുതിയ വീടുകൾ, പുതിയ റോഡുകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ രീതിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ ഇവിടെ നിർമ്മിച്ചെടുത്ത ഒരു ഭാഗമാണ് നിങ്ങളീ കാണുന്നത്. അതായത് ഒരു ലാൻഡാണ്, ഐലൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ വീടുകളായി. ഇവിടെ ഫേസ് 1 ആയി, ഫേസ് 2 ആയി, ഇനി ഫേസ് 3 വരും. അപ്പോൾ അവിടെ തന്നെ ആളുകൾ തിങ്ങി നിറച്ചിട്ട് അവിടെ ഇപ്പം താമസിക്കാൻ ഇടയില്ലാത്ത ഒരവസ്ഥയാണ് കേട്ടോ. അടുത്ത രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഇവർക്കുള്ള ദ്വീപുകൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതാണ് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സീ വോളും ബ്രേക്ക് വാട്ടറും റോക്സും ജിയോ ബാഗും ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ. ഈ സെയിം സംഭവമാണ് ഇവർ കോസ്റ്റൽ പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പുതിയ ഭൂമികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഉള്ള ഭൂമിയെ നന്നായിട്ട് സംരക്ഷിച്ച് പോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ മാലിദ്വീപിൻ്റെ ഭാവിക്കായിട്ട് ഇത് രണ്ടും ഇവിടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പുതിയ ഭൂമി വേണ്ടവിടത്ത് അവിടെ നമ്മൾ ലാൻഡ് ഡിക്ലമേഷൻ നടത്തി പുതിയ ഭൂമി ഉണ്ടാക്കുന്നു. പിന്നെ നിലവിലുള്ള ദ്വീപുകളെ സംരക്ഷിക്കാനായിട്ട് കോസ്റ്റൽ പ്രൊട്ടക്ഷനും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള യഥാർത്ഥ മാലിദ്വീപ് കഥകളും ശാസ്ത്രീയമായ വിവരങ്ങളും ഒക്കെ അറിയാൻ എന്ത് ചെയ്യണം? ഈ ഉപ്പുകാറ്റും ഞാനും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.